പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് പെരുമ്പാവൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. നൂറുകണക്കിന് വരുന്ന സംഘടനാ പ്രവർത്തകർ, വാദ്യമേളങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് പുതുയുഗ യാത്രയെ പെരുമ്പാവൂരിന്റെ മണ്ണിലേക്ക് ആനയിച്ചത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ചാലക്കുടി എം.പി. ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ സ്വീകരണ പരിപാടികൾക്ക് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ എത്തിയത്. ജ്യോതി ജംഗ്ഷനിൽ നിന്ന് തുറന്ന വാഹനത്തിൽ യാത്രാനായകനെ പെരുമ്പാവൂരിലേക്ക് സ്വീകരിച്ചു. വാദ്യമേളങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, നൂറുകണക്കിന് വരുന്ന വിവിധ സംഘടനാ പ്രവർത്തകർ എന്നിവരുടെ അകമ്പടിയോടുകൂടിയാണ് പുതുയുഗ യാത്രയെ പെരുമ്പാവൂരിന്റെ മണ്ണിലേക്ക് ആനയിച്ചത്. നഗരത്തിൽ ഒരുക്കിയ സ്വീകരണ പരിപാടികളിലും തുടർന്ന് സമ്മേളന നഗരിയായ സുഭാഷ് ചന്ദ്രബോസ് മൈതാനിയിലും ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരും നേതാക്കളുമാണ് പുതുയുഗ യാത്രയെ സ്വീകരിക്കുവാനായി എത്തിച്ചേർന്നത്. മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടുകൂടെ പ്രവർത്തകരുടെ തോളിലേറി വേദിയിലേക്ക് എത്തിയ വി.ഡി. സതീശനെ യു.ഡി.എഫിന്റെ പ്രമുഖ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു. പിന്നീട് നടന്ന പൊതുസമ്മേളനം ചാലക്കുടി എം.പി. ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പെരുമ്പാവൂർ എം.എൽ.എ. എൽദോസ് കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഈ കേരളത്തിൽ ഈ പുതുയുഗ യാത്ര ഒരുപാട് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കടന്നു വരിക. ഇത് യുവാക്കൾക്ക് വേണ്ടിയുള്ള യാത്രയാണ്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള യാത്രയാണ്, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള യാത്രയാണ്, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയാണ്, നാളെ ഒരു പുതിയ കേരളം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഈ യാത്രയിൽ നമ്മളെല്ലാം കരുത്തു പകരണം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്. പെരുമ്പാവൂർ നൽകിയ ഉജ്ജ്വലമായ സ്വീകരണത്തിന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ വർഗീയതയ്ക്കെതിരായ യു.ഡി.എഫിന്റെ തുറന്ന നിലപാട് അദ്ദേഹം പെരുമ്പാവൂരിൽ പറയുകയും ചെയ്തു. ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും പറയുന്നവർക്കെതിരെ ശക്തമായ ഇടപെടലുകൾ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ കേരളത്തിൽ വർഗീയതയ്ക്ക് തീ കൊളുത്തുന്നത് പിണറായി വിജയൻ തന്നെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പെരുമ്പാവൂരിൽ തുറന്നടിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ കേരളത്തിലെ വർഗീയതയ്ക്ക് തിരികൊളുത്തിയിരിക്കുന്നത് പിണറായി വിജയനാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി ഒരു തീപ്പൊരി വീണാൽ ആളെ കത്തിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് തീപ്പന്തം എറിഞ്ഞു കൊടുക്കുകയാണ് CPM ചെയ്യുന്നത്. പിണറായി വിജയൻ അത് ഉടപിടിച്ചു കൊടുത്തു. UDF-ന് നിലപാട് ഒരാളും ഈ വർഗീയത പറയില്ല. ഭൂരിപക്ഷ വർഗീയതയും വേണ്ട, ന്യൂനപക്ഷ വർഗീയതയും വേണ്ട. ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ എതിർക്കും. ഏത് കൊല കൊമ്പൻ എന്ന് പറഞ്ഞാലും നമ്മൾ എതിർക്കും. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും ഒന്ന് ഇളകും. നമ്മൾ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നമ്മുടെ നിലപാടിൽ മാറ്റമില്ല. ചിലർ വന്ന് പറയും ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട്, എടുപ്പിക്കാൻ പറ്റില്ല. ഇടോ, വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ, വർഗീയത പറയരുത് എന്ന് അവരുടെ മുഖത്ത് നോക്കി നമ്മൾ പറയും. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,